Hi friends, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സൺ എന്ന കമ്പനിയുടെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത മോണോക്രോം പ്രിന്ററായ എപ്സൺ M1180 എന്ന പ്രിന്റർ എങ്ങനെ ഉബുണ്ടുവിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാമെന്നതിനെ കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കാണുന്ന മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും ഒരു പ്രിൻ്റർ മാനുഫാക്ചർ കമ്പനികളും ഉബുണ്ടു സപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് നിങ്ങൾ പ്രിൻ്റർ വാങ്ങിയതിന് ശേഷം ഉബുണ്ടുവിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കമ്പനി അത് റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ പെയ്ഡായിട്ട് ചെയ്യേണ്ടി വരും. ഒരിക്കലും ഫ്രീ സർവീസിൽ ഉബുണ്ടു സപ്പോർട്ട് വരുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്ലാങ്ക് പേജ് വരിക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ പ്രിൻ്റ് കൊടുത്ത് അതേ കറക്റ്റ് ഔട്ട്പുട്ട് വരാതിരിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് പ്രിൻ്ററിൻ്റെ കംപ്ലയിൻ്റ് അല്ല, ഈ ഉബുണ്ടു റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് നിങ്ങൾ എപ്സണിൽ വിളിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് പ്രിൻ്ററിൻ്റെ ഏതെങ്കിലും കമ്പനിയെ വിളിച്ച് നിങ്ങൾ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും ഉബുണ്ടു സപ്പോർട്ട് ഒരു കമ്പനികളും തരുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഞാൻ വീഡിയോ കാണാം. അപ്പോൾ ഉബുണ്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മളൊരു ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിളിൻ്റെ ഹോം പേജ് ഓപ്പൺ ചെയ്യുക. അവിടെ എപ്സൺ M1180 പ്രിൻ്റർ ഡ്രൈവർ എന്നുള്ള സെർച്ച് ചെയ്യുക. ഓക്കെ, പ്രിൻ്റർ ഡ്രൈവർ സെർച്ച് ചെയ്താൽ ഫസ്റ്റ് തന്നെ epson.co.in എന്ന എപ്സൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാം. നമുക്ക് അവിടെ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെലക്ട് ചെയ്യാനുള്ളതുണ്ട്. അവിടെ നമുക്ക് ഇപ്പോൾ ആവശ്യം ലിനക്സ് ആണ്. ലിനക്സ് സെലക്ട് ചെയ്താണ്ട് ഗോ എന്ന് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് പേജ് ഒന്ന് റീഫ്രഷ് ആയിട്ട് വരും. അവിടെ ഡ്രൈവേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ താഴെ കാണാൻ കഴിയും. അത് അതിൻ്റെ നേരെ റൈറ്റ് സൈഡിൽ നമുക്ക് ഡൗൺലോഡ് എന്നുള്ള കാണാം. ഡൗൺലോഡ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറേ ഫയലുകൾ നമുക്ക് കാണാനുണ്ടാവും. അതിൽ നമുക്ക് ആവശ്യമുള്ളത് ഒരു ഫയൽ മാത്രമേ ഉള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്ത് നമുക്ക് ഹൈ ഫാസ്റ്റ് ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കണം. കാരണം ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നിങ്ങൾ ഉബുണ്ടു ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഉബുണ്ടു 18.05 അതേപോലെ 20 വെർഷനിൽ മാത്രമേ ഇത് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. ഇതിൽ നമുക്ക് ഈ ലിസ്റ്റിൽ കാണാൻ കഴിയും. ഫസ്റ്റിൽ നിന്നും തന്നെ ഒരു 4ാമത്തെ 5ാമത്തെ ഓപ്ഷനായിട്ടൊരു എപ്സൺ പ്രിൻ്റർ യൂട്ടിലിറ്റി .md64.deb എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടല്ലോ. ഈ ഫയലാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അത് ഡൗൺലോഡ് എന്നുള്ള ജസ്റ്റ് കൊടുക്കുക. അപ്പോൾ താഴെ ഡൗൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഡൗൺലോഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാളേഷൻ എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് പോകും. കാണിച്ചു തരാം. ആ ഫയൽ ഇപ്പോൾ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ ഉബുണ്ടു അപ്ഡേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് നിർബന്ധമായിട്ടും അവൈലബിൾ ആയിരിക്കണം. അതും ഹൈ ഫാസ്റ്റ് ഇൻ്റർനെറ്റ്, നമ്മൾ ജിയോൻ്റെ അതൊന്നും പറ്റില്ല. ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് കണക്ഷനെ മാക്സിമം കണക്ട് ചെയ്യാൻ നോക്കുക. ഏകദേശം നമ്മൾ ഇൻസ്റ്റാളേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾഡ് എന്ന് കണ്ടിട്ടുണ്ട്. ഇത് ഇൻസ്റ്റാൾഡ് ഫെയിൽഡ് ആവുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ ഉബുണ്ടു റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഓക്കെ, അത് തന്നെ പറഞ്ഞുതരാം. ഒരിക്കലും ഇത് എപ്സൺ അല്ലെങ്കിൽ മറ്റേ പ്രിൻ്റർ കമ്പനികൾ ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് പ്രിൻറ്റേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ആഡ് എ പ്രിൻ്റർ എന്ന് കൊടുക്കാണ്ട് ഓട്ടോമാറ്റിക് അവിടെ എപ്സൺ ഇങ്ക്ജെറ്റ് പ്രിൻ്റർ എന്നുള്ള കാണിക്കും. കാരണം ഞാനിത് ഡയറക്റ്റ് ഓൾറെഡി USB കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി USB കണക്റ്റഡ് ആയിരിക്കണം ഈ ഒരു സെറ്റിങ്സ് ചെയ്യുന്ന സമയത്ത്. ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എപ്സൻ്റെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഫോർവേഡ് എന്നുള്ളത് കൊടുക്കുക. ഫോർവേഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് നമ്മൾ ഈ ഉബുണ്ടുമായിട്ട് അത് ഈ OSമായിട്ട് അത് കണക്റ്റഡ് ആവും. കാണിച്ചു തരാം, ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്തിട്ട് ഫോർവേഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ പ്രിൻ്ററിനെ അനലൈസ് ചെയ്ത് സെർച്ച് ചെയ്തുകൊണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് സെലക്ട് എന്ന് കൊടുക്കുക. നമുക്ക് സാമ്പിളിന് വേണ്ടിയിട്ട് ഞാനൊരു ടെസ്റ്റ് പേജ് കൊടുക്കുകയാണ്. അപ്പോൾ പ്രിൻ്ററിൽ ടെസ്റ്റ് പേജ് പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും റീപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.